നമ്മുടെ ഇന്നലെ ചോദിച്ച ആബിദ കേട്ട് ഈരാറ്റുപേട്ട എന്ന സഹോദരി, അവർ ഇന്നലെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് കിട്ടിയ മറുപടി വളരെയധികം സംതൃപ്തകരമാണ്. അൽഹംദുലില്ലാ, കാര്യങ്ങൾ ഒരുപാട് പഠിക്കാൻ കഴിയുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു. സന്തോഷം. അള്ളാഹു എല്ലാവർക്കും അതുപോലെയുള്ള നിഅമത്തും ബർക്കത്തും നൽകുമാറാകട്ടെ. ഇനി അവർക്കുള്ള സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രീതികളെല്ലാം അനിസ്ലാമികമാണ്, വിഷ്ടം പഠിപ്പിച്ചെല്ലാം തെറ്റാണെന്ന് ബോധ്യമായി. പക്ഷെ ജിന്നുബാധ ഏറ്റതായി സംശയിക്കുന്നവർക്ക് ചെയ്യേണ്ട പ്രതിവിധി എന്താണ്, എങ്ങനെയാണ് അതിനുള്ള ചികിത്സാ രീതി ഒന്ന് വ്യക്തമാക്കാമോ എന്നാണ്. അപ്പോൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ജിന്നുബാധ ഏറ്റവരെ തിരിച്ചറിയുക എന്നുള്ളത് വഹിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് നമുക്ക് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അടുത്തേക്ക് ജിന്നുബാധ ഉണ്ട് എന്ന് പറഞ്ഞ പിന്നെ കുട്ടികളുമായി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചികിത്സിച്ച് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. സ്വഹാബി നെഞ്ചിന് വേദനയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ച് തടിച്ച് ഷെയ്ത്താനെ പുറത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വഹിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായി അറിയാം അവിടെ ജിന്ന് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ നമുക്കൊരിക്കലും അവരുടെ ശരീരത്തിൽ ജിന്ന് ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാര്യത്തിന് ഇസ്ലാം എന്ത് ചെയ്യില്ല, ഒരു പ്രതിവിധി പഠിപ്പിക്കൂല ചികിത്സാ രീതിയിൽ. അതുകൊണ്ട് ഉഖ്റുജ് അദുവല്ലാ എന്ന് പറഞ്ഞ് അടിച്ചു പുറത്താക്കുന്ന ഒരു പരിപാടി റസൂലിൻ്റെ സ്വഹാബത്ത് ആരും ചെയ്തിട്ടില്ല. എന്നാൽ അവിടെ ശൈഖന്മാർ ചെയ്തു, മറ്റുള്ള ചെയ്തു, ലോകത്ത് പലയിടത്തും ചികിത്സ ഉണ്ട്, അവരൊക്കെ ഇറക്കുന്നുണ്ട്. അതൊക്കെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു അമല് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആകെ അതിൽ സുന്നത്ത് സ്ഥിരപ്പെട്ട രീതി എന്ന് പറയുന്നത് എന്താണ്, ഈ ജിന്നുബാധയായാലും ശരി, സിഹറായാലും ശരി, കണ്ണേറായാലും ശരി, ശൈത്താൻ കയറിയിട്ടുണ്ടെന്ന് സംശയിക്കപ്പെടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചേഷ്ടകളൊക്കെ നമ്മൾ കാണിച്ചു എന്നാൽ പോലും നമ്മളിത് തിരിച്ചറിയാൻ വേണ്ടി ഒരു ചികിത്സ ഇല്ലാത്തതുകൊണ്ട് ആർക്കും പോകാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യുക, തവക്കുൽ ചെയ്യുക, നന്നായി റബ്ബിനോട് എന്ത് ചെയ്യുക, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ദിക്റും ദുആകളും ഉരുവിടുക. എന്നിട്ട് വീട്ടിലുള്ള മുഅ്മിനീങ്ങളായ വാപ്പ, ഉമ്മ, ഭർത്താവ്, മക്കള് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ദുആ ചെയ്യുക, മന്ത്രിക്കുക, പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ അതേപോലെ ഉസ്താദുകൾ ദുആ ചെയ്യുമെന്ന് പറയാം. നമ്മളെ വീട്ടിൽ സന്ദർശിക്കാൻ വരുന്ന നല്ല ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവർ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കും, അവർ ദുആ ചെയ്യും. ഇനി അതല്ലാതെ നിങ്ങൾ എനിക്കൊന്ന് ദുആ ചെയ്തു തരൂ എന്ന് വേണമെങ്കിൽ അവരോട് പറയാം. ഇത്രയേ ഉള്ളൂ. അതാണ് സുന്നത്ത് സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന രോഗശമന പ്രാർത്ഥന. ഇതിനെ ഒരു ചികിത്സ എന്ന ടൈറ്റിൽ കൊടുത്ത് അപ്പോഴാണ് ബാക്കിയായതും സെൻ്ററായതും അടിച്ചിറക്കലും ക്ലിനിക്കും ഒക്കെ വേണ്ടി വന്നത്. അപ്പോഴാണ് ആധാറാകലും, അപ്പോഴാണ് ഈ കൂക്കൽ ഇളകലും ഒക്കെ പറയുന്നത് വന്നത്. അല്ലെങ്കിൽ ഇതാർക്കും ഒന്നും തിരിയില്ല, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് സഹോദരിയും മുജാഹിദ് സുഹൃത്തുക്കളും എല്ലാവരും മനസ്സിലാക്കുക, ഇതിൻ്റെ പിന്നാലെ വണ്ടിയും പിടിച്ച് ഇറങ്ങേണ്ട ഒരവസ്ഥയില്ല. അതിനുവേണ്ടി ഒരു പണച്ചെലവില്ല. അതിനുവേണ്ടി പ്രത്യേകം ഏർപ്പെടുത്തിയ ഒരു ടീമും ഇസ്ലാമിക ലോകത്ത് പ്രമാണങ്ങളില്ല. അതുകൊണ്ട് റസൂലും സ്വഹാബത്തും പഠിപ്പിച്ച ദീനിലേക്ക് മടങ്ങുമ്പോൾ, ഇസ്ലാമിക പ്രസ്ഥാനം 100 കൊല്ലം പഠിപ്പിച്ച പാരമ്പര്യത്തിലേക്ക് മടങ്ങുമ്പോൾ അവിടെ ഒന്നും വിഷ്ടം പഠിപ്പിച്ചിട്ടുള്ള ഈ ചികിത്സാ രീതിയില്ല. അതുകൊണ്ട് സഹോദരി അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, ദിക്ർ എടുക്കുക, അദ്കാറുകൾ നിലനിർത്തുക, മറ്റുള്ളവരെ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിക്കുക. അത്രേ ഇതിന് പ്രതിവിധിയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം തിരിച്ചറിയാൻ വഹിയുള്ള റസൂലുള്ളാഹിക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് ഊഹിക്കൽ മാത്രമേ ഉള്ളൂ. ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ചികിത്സ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. പ്രമാണം ഉണ്ടെങ്കിലും നമുക്ക് പറ്റും, പ്രമാണം ഇല്ലതാണോ. പിന്നെ രണ്ട് നിലക്കും നമുക്ക് എന്തില്ല, ലോജിക്കായിട്ടും പറ്റില്ല, പ്രമാണത്തിലും ഇല്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എങ്ങനെ തിരിച്ചറിയും, എങ്ങനെ ചികിത്സ എന്ന് ചോദിക്കുന്നത്? അത് ചോദിക്കരുത്. ഇനി അത് നിർത്തി നമ്മൾ ഈ പഠിപ്പിച്ച കൃത്യമായ വീട്ടിലേക്ക് പോവുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തനതായ ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വെച്ച കറകളഞ്ഞ ആദർശം ഉൾക്കൊള്ളാനും ഈ നിഷേധിക്കുന്ന വിഭാഗത്തിൻ്റെ പോകാതെ, ഗവേഷണത്തിലൂടെ അതിരുവിട്ടവരുടെയും കൂടെ പോകാതെ ആ മധ്യമ നിലപാടാകുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പഴയ തറവാട് അത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ജമിയത്തുൽ ഇവിടെ തന്നെ ഉണ്ട്. അതിന് പണ്ഡിതന്മാരും ഇന്നുണ്ട്. മാഷാ അല്ലാഹ്. ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു, ആ ജിന്ന് ബാധിച്ച ആളെ ഓതുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഓതിക്കൊടുക്കുകയാണ്, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ്. തെറ്റല്ല. എന്നാൽ അതിനപ്പുറത്ത് ഇയാളിൽ ജിന്ന് ഹാജരാകുമ്പോൾ ഈ മന്ത്രിക്കുന്നയാൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങും. ജിന്നിറക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മിക്ക ആളുകളും ഈ വസ്തുത മനസ്സിലാക്കാത്തവരാണ്, അശ്രദ്ധരാണവർ.
അതുകൊണ്ട് ഞാൻ അവരെ ഉപദേശിക്കുന്നു ഫഅൻസഹുഹും ഇൻ ഇസ്തമറു ഫീ മിഹ്നതിഹിം അല്ലാ യസീദു ഫീ മുഖാതബതിഹിം അലാ ഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്റുജ് അദുവല്ലാഹ് مذكرا لهم بقوله تعالى فليحذر الذين يخالفون عن امره ان تصيبهم فتنه او يصيبهم عذاب اليم والله المستعان ولا حول ولا قوه الا بالله. അവര് ചെയ്യാണെങ്കിൽ ഈ ഒരു വാക്ക് മാത്രമേ അവർ പറയാവൂ, ഉഖ്റുജ് അദുവല്ലാഹ്. അത് നബിന്റെ മുഅ്ജിസാത്തിൽപ്പെട്ടതാണ് ആ സംഭവങ്ങൾ എന്ന് ഇബ്നു അബീ ശൈബ പറഞ്ഞതും അതേപോലെ തന്നെ അൽബാനി തന്നെ നേരത്തെ ഉദ്ധരിച്ചതും ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഇനി ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാള് ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ അത്രേ പറയാവൂ, ഉഖ്റുജ് അദുവല്ലാഹ്. ഇനി ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാള് ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ അത്രേ പറയാവൂ, ഉഖ്റുജ് അദുവല്ലാഹ്. ഇനി ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാള് ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ അത്രേ പറയാവൂ, ഉഖ്റുജ് അദുവല്ലാഹ്. അദുവല്ലാഹ് നബി പറഞ്ഞതിനെ മുഴുവൻ അയാൾക്ക് പറയാൻ പാടില്ല. വഅന റസൂലുള്ളാഹ് എന്നും കൂടി നബി പറഞ്ഞല്ലോ, ഇയാള് റസൂലല്ല. അപ്പൊ പറയുകയാണെങ്കിൽ ഉഖ്റുജ് അദുവല്ലാഹ് എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് മസ്മുക മസ്മുക്കി മുതസവ്വിജത്തുൻ അൻതി അനസറാനിയത്തിൻ അൻതി മാദിയാനതുകി ഐന തസ്കുനീന കൈഫ ദഖൽതിൽ ജസദ വമതാ ദഖൽതി വഐന തസ്കുനീന ഫീ ജസദിഹി. ഈ ജാതി ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവും ഒരു തെളിവും ഇല്ല. ഈ രൂപത്തിൽ ഇത്തരം ജോലി കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ, ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വന്ന ഒരു ലഫ്സ് എന്ന നിലക്ക് ഉഖ്റുജ് അദുവല്ലാഹ് എന്ന വാക്കല്ലാതെ അതിൽ കൂടുതലൊന്നും വർദ്ധിപ്പിക്കരുത്. ആകെ നബിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു വാക്ക് ഉഖ്റുജ് അദുവല്ലാഹ് എന്ന വാക്കാണ്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ഇത്തരം ജോലി കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ, ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വന്ന ഒരു ലഫ്സ് എന്ന നിലക്ക് ഉഖ്റുജ് അദുവല്ലാഹ് എന്ന വാക്കല്ലാതെ അതിൽ കൂടുതലൊന്നും വർദ്ധിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ഇവര് ഈ ശൈത്താനോട് സഹായം തേടുക എന്നാണോ അതിന്റെ അർത്ഥം? അതാണോ? ഒരിക്കലുമല്ല. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഒരു വാചകം, അത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തായി വന്നൊരു സംഭവിച്ചൊരു വാക്കാണ്. ആകെ നബിയിൽ നിന്ന് വന്നൊരു വാചകം എന്ന് പറയാൻ അതേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും പറയരുതേ നിങ്ങൾ.